ഇന്ന് സ്പ്രിംഗ് ബൂട്ട് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന 3 മെത്തേഡ്സിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് മെത്തേഡായ എന്ന് വെച്ചാൽ ഒരു നോർമൽ മാവൻ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഡിപ്പെൻഡൻസീസ് മാനുവലായിട്ട് ആഡ് ചെയ്യുന്നതാണ് ഫസ്റ്റ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് ഒരു സ്പ്രിംഗ് ഇനിഷ്യലൈസർ എന്ന വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് ആണ്. തേർഡ് മെത്തേഡ് സ്പ്രിംഗ് ടൂൾ സ്യൂട്ട് യൂസ് ചെയ്തിട്ടാണ്. ഇതിനകത്ത് ഫസ്റ്റ് മെത്തേഡ് ഭയങ്കര ടഫ് ആയതുകൊണ്ട് അത് യൂസ് ചെയ്യുന്നത് ഒരു ടൈം വേസ്റ്റ് ആണ്. സെക്കൻഡും തേർഡ് മെത്തേഡും ആണ് കുറച്ചും കൂടി നമുക്ക് ടൈം സേവിങ്ങും ഉള്ളത്. അപ്പോൾ സെക്കൻഡ് മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം എടുത്ത് സ്പ്രിംഗ് ഇനിഷ്യലൈസർ എന്ന് സെർച്ച് ചെയ്യുക. അതിനകത്ത് ഫസ്റ്റ് വരുന്ന റിസൾട്ടായ start.io എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. start.spring.io ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ ചൂസ് ചെയ്യാനുണ്ട്. അതായത് നമ്മൾ പ്രൊജക്റ്റ് എപ്പോഴും മാവൻ സെലക്ട് ചെയ്യുക, ലാംഗ്വേജ് ജാവ, പിന്നെ സ്പ്രിംഗ് ബൂട്ടിൻ്റെ വേർഷൻസ് ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ആൻഡ് നമുക്ക് പ്രൊജക്റ്റിൻ്റെ മെറ്റാഡാറ്റ, പ്രൊജക്റ്റിൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റിൻ്റെ പാക്കേജ് നെയിം, ആർട്ടിഫാക്ട് ഐ ഡി ഈസ് പ്രൊജക്റ്റ് നെയിം ആൻഡ് balance is same and packaging should be in jar file. Java version should be 17. Dependencies ആയിട്ട് നമുക്ക് ആ സ്പ്രിംഗ് ബൂട്ടിൻ്റെ ഡിപ്പെൻഡൻസീസ് ആഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഇവിടെ ഒന്ന് സെർച്ച് ചെയ്യുന്ന ഓപ്ഷനാണുള്ളത്. സ്പ്രിംഗ് വെബ് എന്ന് ഓപ്ഷനാണ് വരുന്നത്. അതാണ് സ്പ്രിംഗ് ബൂട്ടിൻ്റെ ഡിപ്പെൻഡൻസീസ് എല്ലാം വരുന്നത്. സോ നമുക്കിനി അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ പാക്കേജ് നെയിമും പ്രൊജക്റ്റ് നെയിമും കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ജനറേറ്റ് ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സിപ്പ് ഫയൽ കിട്ടുന്നതായിരിക്കും. നമ്മുടെ പ്രൊജക്റ്റിൻ്റെ എല്ലാം സിപ്പ് ഫയൽ കിട്ടും. ദെൻ അതെല്ലാം ഒരു സ്ഥലത്ത് എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ എക്സ്ട്രാക്റ്റഡ് സിപ്പ് ഫയലെല്ലാം എക്ലിപ്സിൽ ഇമ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതിന് എക്ലിപ്സ് ഓപ്പൺ ചെയ്യുക. എക്ലിപ്സിൽ ഫയലിൽ വരുമ്പോൾ ഇമ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കണം. അതിൽ എക്സിസ്റ്റിംഗ് മാവൻ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. നമുക്കിതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്, എവിടെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ എവിടെയാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഡൗൺലോഡ്സിലായതുകൊണ്ട് ഡൗൺലോഡ്സ് എടുക്കുക. പാത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് മാവൻ SRC എന്ന് കാണുന്ന ഫോൾഡർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഒരു ടൈം വരും ഇങ്ങനെ. അതായത് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേര് .pom.xml ഫയൽ ക്യാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫിനിഷ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ pom.xml ഉള്ള മാവൻ ഡിപ്പെൻഡൻസീസ് എല്ലാം ഓട്ടോമാറ്റിക് എക്ലിപ്സിൽ ഡൗൺലോഡ് ആവും. അതിവിടെ കാണാൻ പറ്റുന്നതാണ്. ഈ ഇമ്പോർട്ടിംഗ് മാവൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ സംഭവിക്കും. നമ്മുടെ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് ഇപ്പോൾ കാണാവുന്നതാണ്. നമ്മുടെ പ്രൊജക്റ്റ് ഫയലെല്ലാം ഡൗൺലോഡ് ആയിട്ടുള്ളതാണ്. ഇനി ഇത് റൺ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം വരേണ്ടത് നമ്മുടെ മെയിൻ ജാവ ഫോൾഡറിലെ മെയിൻ ജാവ ഫോൾഡറിലെ നമ്മുടെ ആപ്ലിക്കേഷൻ സ്പ്രിംഗ് ബൂട്ട് പ്രോജക്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാവും. ആ ഫയലായിരിക്കും, അതായത് സ്പ്രിംഗ് ആപ്ലിക്കേഷൻ റൺ എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ മെത്തേഡിൻ്റെ അകത്ത് ഉള്ള ജാവ ഫയൽ നമ്മൾ റൺ ചെയ്യേണ്ടത്. സ്പ്രിംഗ് ബൂട്ട് ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ ഈ മെയിൻ ഫയലാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. നോർമൽ ജാവ ഫയൽ റൺ ചെയ്യുന്നത് പോലെ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് സ്പ്രിംഗ് ബൂട്ട് ആപ്ലിക്കേഷൻ റൺ ചെയ്യുക. ജസ്റ്റ് റൺ ചെയ്ത് നിൽക്കുമ്പോൾ നമുക്കൊരു 2 ഓപ്ഷൻ ഉണ്ടാവും, ജാവ ആപ്ലിക്കേഷനും സ്പ്രിംഗ് ബൂട്ട് ആപ്പും. ഇവിടെ സ്പ്രിംഗ് ബൂട്ട് ആപ്പ് ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. സെലക്ട് ചെയ്യുമ്പോൾ കൺസോൾ ഓപ്പൺ ആവും. കൺസോളിൽ കുറച്ച് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അതായത് സ്പ്രിംഗ് സ്റ്റാർട്ടിംഗ് ആണ്, ഇനിഷ്യലൈസിങ്, അതായത് ഇനിഷ്യലൈസേഷൻ കംപ്ലീറ്റ് ചെയ്തു. ടോം കാറ്റ് സ്റ്റാർട്ടഡ് ഓൺ 8080
നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒന്നും കോഡൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ നമ്മുടെ പ്രോജക്റ്റ് വർക്കിംഗ് ആണ്. അത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഈ ലോക്കൽ ഹോസ്റ്റ് 8080 സെർച്ച് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. ഉണ്ടോ ഈ വൈറ്റ് ലേബൽ? ഇതാണ് ടോം കാറ്റ് സെർവർ വർക്കിംഗ് ആണ്. ഇതിനകത്ത് ഇപ്പോൾ നമ്മളൊന്നും HTML ഒന്നെങ്കിലും മാപ്പിംഗ് ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണ് ഈ ഇങ്ങനത്തെ കാണുന്നത്. നമ്മളിപ്പോൾ എങ്ങനെയാണ് സെർവർ റൺ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു. സോ ഒരു HTML പേജ് ഇവിടെ റെസ്പോൺസ് ആയിട്ട് ഇവിടെ ഹോം എന്ന് അടിക്കുമ്പോൾ HTML പേജ് റിട്ടേൺ ചെയ്യാനായിട്ട് നമുക്കൊരു കൺട്രോളർ ഉണ്ടാക്കാം. കൺട്രോളർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എക്ലിപ്സിൽ നമ്മൾ പാക്കേജ് എവിടെയാണോ മെയിൻ ജാവയിൽ വന്നിട്ട് നമ്മുടെ പാക്കേജിൻ്റെ അവിടെ ന്യൂ ക്ലാസ് ഫയൽ ഉണ്ടാക്കുക. ഞാനിവിടെ ഒരു ഹോം കൺട്രോളർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഫയൽ ഉണ്ടാക്കാൻ പോകുന്നു. ദെൻ ഇതിൻ്റെ അകത്ത് അനോട്ടേഷൻ കൊടുക്കുന്ന കൺട്രോളർ അന്നറിയിക്കാൻ വേണ്ടി ഹോം തന്നെ ഒരു ഫങ്ഷൻ ചെയ്യുന്നു. അതിനൊരു പാത്ത് കൊടുക്കുക, റിക്വസ്റ്റ് മാപ്പിംഗ് കൊടുക്കുന്നു. ഇനി JSP ഫയൽ ഉണ്ടാക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സ്പ്രിങ്ങിൽ JSP ഫയൽ ഉണ്ടാക്കാൻ നേരത്ത് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ SRC പോയിട്ട് SRC മെയിൻ, അതിനകത്ത് നമുക്കൊരു വെബ് ആപ്പ് എന്നൊരു ഫോൾഡർ ഉണ്ടായിരുന്നു. അതിനകത്ത് വെബ് INF, അതിനകത്ത് വ്യൂസ് അതിനകത്തായിരുന്നു, വ്യൂസിൻ്റെ അകത്തായിരുന്നു നമ്മൾ JSP ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഹോം ആണെങ്കിൽ home.jsp എന്ന് പറഞ്ഞ ഫയൽ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയായിരുന്നു. അതേപോലെ തന്നെ അത് പാത്ത് അതിൻ്റെ മെൻഷൻ ചെയ്യും. സ്പ്രിങ് സെർവ്ലെറ്റ് XML എന്നൊരു ഫയലിനകത്ത് അതിൻ്റെ പ്രിഫിക്സും സഫിക്സും നമ്മൾ മെൻഷൻ ചെയ്യുമായിരുന്നു. അപ്പോൾ അതെല്ലാം സ്പ്രിംഗ് ബൂട്ടിൽ വരുമ്പോൾ ഡിഫറൻസ് ഉണ്ട് അത് ചെയ്യുന്നതിന്. അതിനായിട്ട് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്. ഈ സെർവ്ലെറ്റ് പേജസ് കാണാൻ, അല്ലെങ്കിൽ HTML പേജ് JSP പേജ് നമുക്ക് വിസിബിൾ ചെയ്യണമെങ്കിൽ നമുക്കൊരു സെർവറിൻ്റെ ഒരു ഡിപ്പെൻഡൻസി ആഡ് ചെയ്യാം. അതിനെ ഗൂഗിൾ എടുക്കുക, ടോം കാറ്റ് എംബഡഡ് ജാസ്പർ എന്ന് സെർച്ച് ചെയ്യുക. മാവനിൽ ഓപ്പൺ ആയി വരും. മാവനിൽ പോയിട്ട് ഏതെങ്കിലും ഒരു വേർഷൻ എടുത്താലും മതി. ജസ്റ്റ് 11.101 അതെടുക്കുക, ജസ്റ്റ് കോപ്പി ചെയ്യുക. അത് നേരെ വന്നിട്ട് ഇതിൻ്റെ ഡിപ്പെൻഡൻസിയിൽ എന്നാൽ മാത്രമാണ് ടോം കാറ്റിൽ സെർവറിൽ നമുക്ക് കുറച്ച് ചേഞ്ചസ് വരുത്താനുണ്ട് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു എറർ ഉണ്ട്. വേർഷൻ എന്ന് പറഞ്ഞ പാർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ വേർഷൻ എന്ന് പറഞ്ഞ പാർട്ട് റിമൂവ് ചെയ്യണം. എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് ഓൾറെഡി മോഡൽ വേർഷൻ അങ്ങനെ ഒരു വേർഷൻസ് ഇവിടെ കിടക്കുന്നുണ്ട്. ഈ വേർഷൻ സ്പ്രിംഗ് അത് കൊളീഷൻ വരും. താഴെ വന്ന് യെല്ലോ ലൈൻ പോവുക. അതുകൊണ്ടാണ് വരുന്നത്. വേർഷൻ 2 വേർഷൻ ഉള്ളതുകൊണ്ടാണ്. റിമൂവ് ചെയ്ത് കളയാം. ഫയർ പോവും. ഇനി ചെയ്യേണ്ടത് നമുക്ക് പ്രിഫിക്സും സഫിക്സും കൊടുക്കാൻ. പ്രിഫിക്സും സഫിക്സും കൊടുക്കാനായിട്ട് നമ്മൾ ഇവിടെ SRC മെയിൻ ജാവ എന്ന പോലെ SRC മെയിൻ റിസോഴ്സ് എന്നൊരു പാത്തുണ്ട്. ആ പാത്തിൽ പോവുക. അതിനകത്ത് ആപ്ലിക്കേഷൻ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. അതിനകത്ത് വരിക. അതിനകത്താണ് നമ്മൾ പ്രിഫിക്സിൻ്റെ പാത്ത് ഏതാണ്, സഫിക്സിൻ്റെ പാത്ത് ഏതാണെന്ന് മെൻഷൻ ചെയ്യുന്നത്. ഇതിൽ വന്ന് ന്യൂ ലൈനിൽ spring.mvc
dot views prefix same as സഫിക്സും കോപ്പി ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക. സഫിക്സ് ദെൻ വാല്യൂ ആഡ് ചെയ്യുക. വ്യൂസ് എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ വ്യൂസ് എന്ന് തന്നെ പാത്ത് ആഡ് ചെയ്യുക. ഡോട്ട് ജെ എസ് പി എന്നാണ് അതിൻ്റെ സഫിക്സ് വരിക. സോ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ അത് സേവ് ചെയ്യും. ദെൻ നമുക്കിനി ആക്ച്വൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ വരിക SRC എന്ന് പറഞ്ഞ ഫോൾഡറിൽ വന്നിട്ട് മെയിനിൽ വരിക. മെയിനിൽ വന്നിട്ട് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അതായത് വെബ് ആപ്പ് എന്ന് തന്നെ ഫോൾഡർ സെർച്ച് ചെയ്യുക. വെബ് ആപ്പ്. ദെൻ ഇൻസൈഡ് വെബ് ആപ്പ് അനദർ ഫോൾഡർ, അതായത് വ്യൂസ് എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. വ്യൂസ് അതിൻ്റെ അകത്ത് നമ്മൾ JSP ഫയൽ ക്രിയേറ്റ് ചെയ്യുക. JSP ഹോം എന്നാണ് നമ്മൾ ഇവിടുത്തെ JSP ഫയൽ പേര് കൊടുക്കുന്നത്. അതിനകത്ത് ജസ്റ്റ് പ്രിന്റിങ്ങിന് വേണ്ടി H1 ടാഗ് കൊടുക്കുന്നു. H1 ടാഗിൻ്റെ അകത്ത് എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. ദെൻ അത്രേ ഉള്ളൂ. ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഓൾറെഡി സെർവർ റണ്ണിങ് ആണ്. ഈ സ്പ്രിംഗ് ബ്യൂട്ടിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ റീസ്റ്റാർട്ട് ആവില്ല. സെർവർ എന്തെങ്കിലും ചേഞ്ചസ് വന്നെങ്കിൽ ആ ചേഞ്ചസ് റീസ്റ്റാർട്ട് ആവില്ല. വെറും സ്പ്രിംഗ് ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക് വന്നേനെ. ഇപ്പോൾ ഈ സെർവറിൽ ഞാൻ കൺട്രോളറിൽ എന്താണ് പാത്ത് കൊടുത്തത്, ഹോം എന്നാണ് കൊടുത്തത്. ഹോം എന്ന് അടിച്ചു കഴിഞ്ഞാൽ വെറും സ്പ്രിങ്ങിലാണെങ്കിൽ നമ്മൾ അടിച്ചത് ഓട്ടോമാറ്റിക് വന്നേനെ. കാരണം സെർവർ ഓട്ടോ റീസ്റ്റാർട്ട് ആവും. ഇതിനകത്ത് ഓട്ടോ റീസ്റ്റാർട്ട് ഇല്ല. നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് വീണ്ടും സെർവർ സ്റ്റോപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത് ഒന്നുകൂടി റൺ ചെയ്യണം. ഒന്നുകൂടി റൺ ചെയ്യാൻ കാണിക്കുന്ന എറർ ആയിരിക്കും. കാരണം ബിക്കോസ് എന്താ ആപ്ലിക്കേഷൻ ഈസ് ഓൾറെഡി ഇൻ യൂസ് എന്നാണ്. നമ്മൾ ആദ്യം ഈ സെർവർ സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ആ റെഡ് കളറിലെല്ലാം ഒന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ ഒന്നും കൂടി ഇത് റണ്ണ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ഈ മെയിൻ ഫങ്ഷൻ, അതായത് സ്പ്രിംഗ് മെയിൻ ക്ലാസ്സുള്ള ജാവ ഫയലിൽ വന്നിട്ടാണ് റൺ ചെയ്യുന്നത്. റൺ ചെയ്യാൻ നേരത്ത് റണ്ണാവും. ദെൻ ഒന്ന് റീലോഡ് ചെയ്ത് നോക്കുക. അതായത് ആ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത home.jsp ഫയൽ ഇപ്പോൾ റണ്ണായ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ റീലോഡ് ഫംഗ്ഷൻ ഒന്നുകൂടി ചെക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ അതൊന്നുകൂടി ഇപ്പോൾ എന്തെങ്കിലും H1 ഒരു ചേഞ്ച് വരുത്താം. ഹലോ വേൾഡ്. ഇതിപ്പോൾ നമ്മൾ വെറും സ്പ്രിങ്ങിലാണെങ്കിൽ ഈ സേവ് ചെയ്ത് ഇവിടെ റീലോഡ് ചെയ്യുമ്പോൾ തന്നെ ആ ചേഞ്ചസ് ഇവിടെ റിഫ്ലക്റ്റ് ആവും. അതും എന്താണെന്ന് വെച്ചാൽ സ്പ്രിങ് ഓട്ടോ റീലോഡ് ഫീച്ചർ ഉള്ളതുകൊണ്ടാണ്. സ്പ്രിംഗ് ബൂട്ടിൽ നമ്മൾ ഓട്ടോ റീലോഡ് വരുന്നെങ്കിൽ അതിൻ്റെതായ ഡിപ്പെൻഡൻസീസ് ആഡ് ചെയ്താൽ മാത്രമേ വരുള്ളൂ. അപ്പോൾ ഈ ചേഞ്ച് അവിടെ റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഈ പ്രൊജക്റ്റ് ഒന്നുകൂടെ റൺ ചെയ്യാം. അതിനിപ്പോൾ ഒന്നുകൂടി ഇപ്പോൾ നിലവിൽ ഈ സെർവർ റണ്ണിങ് ആണ്. സോ അത് ഡിസ്കണക്ട് ചെയ്തിട്ടാണ് ഒന്നുകൂടി ഷട്ട് ഡൗൺ ആയി. അതായത് ഷട്ട് ഡൗൺ കംപ്ലീറ്റ് എന്ന് തന്നെ ഇവിടെ എഴുതി കാണിക്കുന്നത്. ഒന്നുകൂടി റൺ ചെയ്തു, അതായത് പ്രൊജക്റ്റ് സ്റ്റാർട്ടായി. അപ്പോൾ ഒന്ന് റീലോഡ് ചെയ്ത് ഹലോ വേൾഡ് വന്നു. ദാറ്റ്സ് ഓൾ.